നമസ്കാരം. സ്വർണ്ണവില ഓരോ ദിവസവും കൂടിയും കുറഞ്ഞും ഇരിക്കുകയാണ്. ഓരോ തവണയും ഒരു ചാഞ്ചാട്ടം സ്വർണ്ണ മേഖലയിൽ കാണുന്നുണ്ട് എന്നതാണ് വസ്തുത. ഇന്നൊരു പവൻ സ്വർണ്ണവില 81,520 രൂപയാണെങ്കിലും ഇതേ തൂക്കത്തിലുള്ള ആഭരണം വാങ്ങാൻ അതിലേറെയും നൽകണം. പണിക്കൂലി, നികുതി, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവയെല്ലാം ചേർത്തിട്ടായിരിക്കും ഒരു സ്വർണത്തിന്റെ ഒരു വില അന്തിമമായി നിശ്ചയിക്കാൻ പോകുന്നത്. നിലവിൽ സംഭവിച്ചിരിക്കുന്നത് US ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറച്ചിരിക്കുകയാണ്. അതിനെ തുടർന്ന് സ്വർണ്ണവിലയിൽ കുറവ് വന്നിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ ഈ വാർത്ത സ്വർണ്ണപ്രേമികൾക്ക് വലിയ ആശ്വാസം തന്നെയാണ്. 1 ഗ്രാം സ്വർണത്തിന്റെ വിലയിൽ 50 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാം വില 10,190 രൂപയായി. പവൻ വില 81,520 രൂപയായി. ഇതോടെ ഒരു പവനിൽ വന്ന കുറവ് എന്നത് 400 രൂപയാണ്. ഇങ്ങനെ വിലയിൽ കുറവുണ്ടായി എന്ന് പരിശോധിച്ചാൽ സാധാരണഗതിയിൽ പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ സ്വർണ്ണവില കൂടുകയാണ് ചെയ്യുന്നത്. പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ അമേരിക്കൻ മാർക്കറ്റിൽ സ്വർണ്ണവില കുത്തനെ ഉയരുകയാണ് ഉണ്ടായിരുന്നത്. അതോടെ നിക്ഷേപകർ ലാഭമെടുപ്പിലേക്ക് പോയതോടെ സ്വർണ്ണവില താഴുകയാണ് ഉണ്ടായത്. ഇതോടെ കേരളത്തിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടായി എന്നതാണ് വസ്തുത. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 18 കാരറ്റ് സ്വർണത്തിന്റെ വില 8,370 രൂപയായി. അതിൽ 40 രൂപയുടെ കുറവുണ്ടായി. കൂടാതെ വെള്ളി വിലയിൽ 2 രൂപയുടെ കുറവുമുണ്ടായി. ഇന്നത്തെ വെള്ളി വില 135 രൂപയാണ്. സെപ്റ്റംബർ 16-ന് പവന് 82,080 രൂപയാണ് ആയത്. കേരളത്തിലെ സ്വർണ്ണവിലയിലെ ഒരു റെക്കോർഡ് വർധനവാണ് അന്ന് രേഖപ്പെടുത്തിയത്. ഈ വർഷം ഇനിയും പലിശ കുറയുമെന്ന സൂചനയാണ് US ഫെഡറൽ റിസർവ് നൽകുന്നത്. ഇനി സ്വർണ്ണവിലയെ ഇനിയും പുതിയ ദൂരത്തിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വർഷം ഇനി 2 തവണ പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെ വന്നാൽ സ്വർണ്ണവില $4,000 കയറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ $3,658 സ്വർണ്ണവില. സ്വർണ്ണവില ഉയരുന്നത് കേരളത്തിലെ വ്യാപാരികൾക്ക് അത്ര സന്തോഷകരമായ ഒരു കാര്യമല്ല. വിൽപ്പനയുടെ അളവ് കുറയ്ക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. സ്വർണത്തിന്റെ നികുതികൾ കുറയ്ക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. വില അനിയന്ത്രിതമായി കൂടുന്നത് വിൽപ്പനക്കാർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വർണത്തിന്റെ വില കുറയുമ്പോൾ തന്നെ വിൽപ്പനയിൽ ഒരു ഉണർവ് ഉണ്ടാകുന്നത്. ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില 81,520 രൂപയാണെങ്കിലും ഇതേ തൂക്കത്തിലുള്ള സ്വർണ്ണാഭരണം വാങ്ങാൻ അതിലുമേറെ നൽകേണ്ടി വരും. പണിക്കൂലി, നികുതി, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവയും ചേർത്താണ് ആഭരണ വില നിശ്ചയിക്കുക. അത് പ്രകാരം കുറഞ്ഞത് 5% പണിക്കൂലി കണക്കാക്കിയാലും 1 പവൻ സ്വർണ്ണാഭരണത്തിന് ഇന്ന് 88,217 രൂപയ്ക്ക് മുകളിലാകും. ഓണക്കാലത്തെ ഈ വിലക്കയറ്റം വ്യാപാരികളെയും ആഭരണ പ്രേമികളെയും ഒരുപോലെ വലയ്ക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ വിൽപ്പന ഇടിഞ്ഞതും ഒരു പ്രധാന കാരണമായി മാറി എന്നതുകൊണ്ടാണ് സ്വർണ്ണ വ്യാപാരികൾ കൂടുതൽ ആകർഷകമായ ഓഫറുകൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.